ചെയ്തോന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവരെന്നെ ചെയ്തില്ല. നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാ. ക്രിസ്മസിന് വേണ്ടിയിട്ട്. എൻ്റെ കൊച്ചു പോയില്ലേ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം 10 ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചതിനെ കുറിച്ചുള്ളൊരു വാർത്തയാണിത്. അതായത് എറണാകുളം വൈറ്റില സ്വദേശിയായ റൊമാനിയോ ആലിസ് എന്ന് പറയുന്ന ദമ്പതികളുടെ കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റലിലാണ് ഇവർ ചികിത്സ നടത്തിയത്, അതായത് പ്രസവം നടത്തിയിരുന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവരെന്താണ് നമുക്ക് പറയണത്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അതുമാണ് എൻ്റെ ബേബിയുടെ പർപ്പസ്. എൻ്റെ ബേബി ഒരു ഏഞ്ചൽ ബേബിയാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നോർമൽ ഡെലിവറി ആക്കി എടുത്തതാ. അവരുടെ നോർമൽ എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി പരസ്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ തന്നെയാണ്. എങ്ങനെയാണ് അത് ആവൂല, ആകാത്തതിനോ കിഴി കൊടുക്കേണ്ടി വരും. പുഷ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും ബേബി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. 10 ദിവസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ചളിക്കവട്ടം സ്വദേശിയായുള്ള റൊമാരിയോയുടെയും അലീനയുടെയും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് മരണപ്പെട്ടത്. 15-ാം തീയതി ഇവിടെ പ്രസവത്തിനെത്തി. 16-ാം തീയതി പ്രസവം നടന്നു. അതിനുശേഷം കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കുഞ്ഞ് മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ പൾമണറി ഹൈപ്പർ ടെൻഷൻ വന്നിട്ടാണ് കൊച്ചിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെ വെയിറ്റ് ചെയ്ത് 3 വർഷമായിട്ടാണ് കിട്ടിയത്. ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾ എന്തോ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ബേബിയാണെന്നറിയോ, അതിനിങ്ങനെ വന്നു. അത് ഇവര് കാരണം, ഇവര് നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ള അജണ്ട കാരണം. അവളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി 10 ദിവസം ജീവിച്ചുള്ളെങ്കിലും അവള് കാരണം ഇനി ഇവിടെ ആർക്കും അങ്ങനെ വരില്ല. അത് നോർമലായിട്ട് തന്നെയല്ല, വാക്യൂം ചെയ്താണ് എടുത്തത്. അപ്പോൾ ഇവിടെ പോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പോലീസ് സർജൻ ഞങ്ങളോട് പറഞ്ഞത് മെക്കോണി ആസ്പിരേഷൻ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്, വേറെ ഒരു പ്രശ്നവും ഞങ്ങളിപ്പോൾ കാണുന്നത്. സ്ത്രീ എന്ന നിലക്ക്, ഒരു അമ്മ എന്ന നിലക്ക് എനിക്കിത് കേട്ടിട്ട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഒരു എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ വാർത്തയെ കുറിച്ച് വേറെ ആരും കൂടുതലൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ പോലീസ് സർജൻ പറഞ്ഞു ഇത് മെക്കോണി ആസ്പിറേഷൻ കൊണ്ട് വന്ന മരണമാണെന്നുള്ള കാര്യം. അതാണ് എന്നെ റീസൺ എന്ന്. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? എന്തായാലും ഒരു കാര്യം പറയാം, ഫ്ലൂയിഡ് ബ്രേക്കേജായി മെക്കോണി ആസ്പിറേഷൻ നടന്നിട്ട് പോലും എന്തുകൊണ്ട് ആ കുട്ടിയെ സിസേറിയൻ എടുത്തില്ല? ഈ 7-8 മണിക്കൂറോളം ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ പുറത്തേക്ക്